ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇനി അല്പം കലോത്സവ വിശേഷങ്ങളാണ്. കലോത്സവങ്ങളെന്നും എൻ്റെ ബാല്യകാലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ. ഇത് അതിത്രയാണ്. അവളെ മുൻപും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അരങ്ങേറ്റ വീഡിയോസിലൊക്കെ അവൾ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് ആ മോളും പഠിക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യം ആറ്റൂർ വെച്ചിട്ടായിരുന്നു നമ്മളുടെ സഹോദയ കലോത്സവം നടന്നിരുന്നത്. രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും എത്തി. കുട്ടികളുടെ മേക്കപ്പൊക്കെ പകുതി ആയതിന് ശേഷമാണ് ഞാനൊന്ന് മൈൻഡൊന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇത് നമ്മളുടെ റോഷൻ സാറ്. കുഞ്ഞുണ്ണി മാഷും കുട്ടികളെന്ന് പറഞ്ഞ പോലെ മാഷിന് ചുറ്റും കുട്ടികൾ ഇരുന്നിട്ട് കാര്യമായിട്ടുള്ള എന്തോ വലിയ ഡിസ്കഷനിലാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്കൂളും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പ്രോഗ്രാം എല്ലാം സ്മൂത്തായിട്ട് തന്നെ നടന്നു. ഒരു തിക്കും തിരക്കും ഓട്ടവും ചാട്ടവും ബഹളവും ഒന്നുമില്ലാണ്ട് അടുത്തടുത്തുള്ള സ്റ്റേജുകളൊക്കെ തന്നെ ആയിരുന്നു. സ്കൂളിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലെ സമാധാനമായിട്ടുള്ള ഒരു സഹോദയ നടക്കുന്നത് ഞാൻ കാണുന്നത് കേട്ടോ. പല പല ടെൻഷനുകളായിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഈ വർഷം വളരെ റിലാക്സ്ഡ് ആയിട്ട് പോയി. പിന്നെ ഫുഡിൻ്റെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പ്രശ്നം വന്നത്. കാരണം അവിടെ സ്റ്റാളുകളൊക്കെ വളരെ കുറവായിരുന്നു. ഫുഡ് കോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പേരയ്ക്കയും പഴമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ച് വിശപ്പടക്കി തന്നെ പറയാം. വേറെ സ്റ്റേജുകളിൽ പോയിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ചുറ്റിലും കാണുന്ന ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത് കേട്ടോ. നമ്മളുടെ സ്കൂളിൽ നിന്ന് പോയിരുന്ന ഡാൻസ് ഐറ്റം ചെയ്തിരുന്ന കുട്ടികളെല്ലാം വളരെ മനോഹരമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്തിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിന് വളരെയധികം സന്തോഷമായി. അങ്ങനെ മനസ്സ് വളരെയധികം സന്തോഷിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസിൻ്റെ ബേസ് പോലും ഇല്ലാത്ത കുട്ടികളാണ് നമ്മളുടെ സ്കൂളിൽ നിന്ന് ഫോക്ക് ഡാൻസൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിരുന്നത് കേട്ടോ. ഇത് പിന്നെ അവിടെ കണ്ട ചെടികളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓർക്കിഡ് ചെടികൾ, പൂക്കളും. പക്ഷേ അതെങ്ങനെയാണ് വച്ച് പിടിപ്പിക്കുക, നട്ട് വളർത്തുക എന്നൊന്നും അറിയില്ല. പതിയെ വീട്ടിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ടീച്ചേഴ്സ് എല്ലാവരും വളരെയധികം ടയേർഡായിരുന്നു കേട്ടോ. അങ്ങനെ 5 മണിയായപ്പോൾ ഇറങ്ങിയ ഞങ്ങൾ 8 മണിയായപ്പോൾ തിരിച്ചെത്തി കേട്ടോ.